മുറ്റം വൃത്തിയായിട്ട് കിടക്കാനാണ് നമ്മൾ ഇന്റർലോക്ക് കട്ട വിരിക്കുന്നത് അല്ലേ? പക്ഷെ നോക്കിയേ, ഇന്റർലോക്ക് കട്ടയുടെ സൈഡിൽ കൂടി പുല്ലൊക്കെ പിടിച്ചു വരുന്നതുണ്ടോ? ഇത് കഴിഞ്ഞ ദിവസം വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാ ആഴ്ചയിലും ഞാനിവിടെ ക്ലീൻ ചെയ്യാറുള്ളതാണ്. പക്ഷെ കുറച്ച് ദിവസമായിട്ട് എനിക്ക് ഇങ്ങോട്ടേക്ക് ഇറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം അതിൻ്റെ ഈ ഒരു അവസ്ഥയാണ് ഈ കാണുന്നത്. പിന്നെ നമ്മൾ ഫിക്സഡ് ആയിട്ടല്ല കട്ട വെച്ചിരിക്കുന്നത്, അതുകൊണ്ട് കൂടിയാണ് ഈ പുല്ലൊക്കെ അങ്ങോട്ട് വളർന്നു വരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്നതും പെട്ടെന്ന് തന്നെ പുല്ല് കിളിർക്കാതിരിക്കാൻ ഞാൻ ചെയ്യുന്നൊരു ട്രിക്സ് ഒക്കെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണണേ. അപ്പം ഞാൻ ഈ ഒരു സൈഡിൽ ഇവിടെ ആദ്യം തന്നെ ചെടികൾക്കിടയിലുള്ള പുല്ലുകളാണ് കേട്ടോ ആദ്യം തന്നെ ക്ലീൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു അറ്റത്തു നിന്ന് തന്നെ അങ്ങോട്ട് തുടങ്ങുന്നുണ്ട്. നോക്കിയേ, ഇവിടെ മുളക് തൈയും പനിക്കൂർക്കയും വയലറ്റ് താളും എല്ലാം നിൽക്കുന്നുണ്ടേ. ഇത് ശംഖുപുഷ്പത്തിന്റെ തൈയാണ് കേട്ടോ. അപ്പുറത്തെ വീട്ടിൽ നിന്നിരുന്നേച്ചതിൽ നിന്നും താഴെ വീണ് കിളിർത്തതാണേ. ഇവിടെ ഉണ്ടായിരുന്നേച്ചാണ്, പക്ഷേ ഒരുപാട് അങ്ങോട്ട് ആയിക്കഴിഞ്ഞപ്പോൾ ഞാനത് കട്ട് ചെയ്ത് കളഞ്ഞു കേട്ടോ. ഒന്നാമത്തിൽ എനിക്ക് ഭയങ്കര പേടിയുള്ള ഒരു സംഭവമാണ് പാമ്പ്. അപ്പോൾ ഇത് പടർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പ്രശ്നങ്ങൾ ഓർത്തിട്ടാണ് അതങ്ങോട്ട് കട്ട് ചെയ്ത് കളഞ്ഞത്. അപ്പോൾ നമുക്ക് ഈ ഒരു സൈഡിൽ നിന്ന് അങ്ങോട്ട് ക്ലീൻ ചെയ്ത് തുടങ്ങുന്നുണ്ട്. ഇവിടെ അത്യാവശ്യം നല്ല പോലെ പുല്ലൊക്കെ കിളിർത്ത് വന്നിട്ടുണ്ട് കേട്ടോ. കൂട്ടത്തിൽ ചീരയൊക്കെ നിൽക്കുന്നുണ്ടേ. അങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് ചെയ്ത് തീർക്കാൻ പറ്റുന്നൊരു ജോലിയല്ല കേട്ടോ. ഒന്നാമതിൽ പുല്ലെന്ന് പറയുന്നത് വളരെ കുഞ്ഞു കുഞ്ഞു പുല്ലുകളാണ്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെടികൾക്കിടയിൽ കാര്യമായിട്ട് പുല്ലൊന്നും ഇല്ല കേട്ടോ. ഇന്റർലോക്ക് കട്ടയിലാണ് ശരിക്കും പുല്ലുള്ളത്. എങ്കിലും ഈ ഒരു ചെടികളുടെ ഇടയിലുള്ളതും കൂടി ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട്. ചില ചെടികൾ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളത് ഉണ്ടാവില്ലേ? അപ്പോൾ എനിക്കും അതേപോലെ ഇഷ്ടമുള്ള ചെടികളുണ്ട് കേട്ടോ. എങ്കിലും ഞാൻ കറക്റ്റായിട്ട് പ്രോണിങ് ചെയ്യാറുണ്ട്. അങ്ങനെ പ്രോണിങ് ചെയ്യുമ്പോൾ കളയാൻ ഭയങ്കര വിഷമമുള്ളത് കൊണ്ട് ഞാൻ ഇതേപോലെ ഈ നിലത്ത് ഈ ഒരു മണ്ണിൽ ഇങ്ങനെ നട്ടുവെക്കും. അങ്ങനെ നിൽക്കുന്ന കുറേ ചെടികൾ ഇതിൻ്റെ ഇടയിൽ കാണാൻ പറ്റുമേ. ഈ വയലറ്റ് താള് നട്ട സമയത്ത് ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ. ഇതിന്റെ തൈകളൊന്നും ഉണ്ടാവുന്നില്ലല്ലോ. സാധാരണ കിഴങ്ങിൽ നിന്നാണല്ലോ മുളച്ചു വരുന്നത്. ഇതിന് അങ്ങനെയും ഇല്ല. അപ്പൊ ഞാൻ ഭയങ്കര വിഷമത്തിലൊക്കെ ആയിരുന്നു കേട്ടോ. ഇപ്പൊ അതേ ചുറ്റിനും നിറച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇതേപോലെ കുഞ്ഞു കുഞ്ഞു പുല്ലുകളാണ് കേട്ടോ. അതങ്ങോട്ട് പറിച്ചെടുക്കാൻ തന്നെ ഭയങ്കര പ്രയാസമാണേ. എങ്കിലും ഇതിനിടയിൽ നല്ല ഭംഗിക്ക് തന്നെ നോക്കി നമ്മളുടെ വേപ്പിലൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ചെടിയുടെ പേര് ഞാൻ മറന്നുപോയേ. ഇത് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റമൂലി എന്തോ ആണ്. പേരെനിക്ക് കറക്റ്റ് കിട്ടുന്നില്ല കേട്ടോ. ആർക്കെങ്കിലും ഓർമ്മ വരികയാണെങ്കിൽ ഒന്ന് പറയണേ. നമ്മൾ ഒറ്റമൂലിയൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ അത്യാവശ്യം ഈ ഒരു സൈഡിൽ നിന്നൊക്കെ ഞാൻ പറിച്ച് നിലത്തേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഏറ്റവും കൂടുതൽ മുളക്കുന്നത് കപ്പത്തൈയാണേ. ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. കപ്പത്തൈയും പിന്നെ ഈ മഷിത്തണ്ട് എന്ന് പറയുന്നതുമാണ് ഇവിടെ ഏറ്റവും കൂടുതൽ. അതും നമ്മളുടെ ചെടിച്ചട്ടിയിൽ വരെ കാണാട്ടോ. ഹാങ്ങിങ് ആയിട്ട് നിൽക്കുന്ന ചട്ടിയിൽ വരെ ഇതാണ് നമുക്ക് എപ്പോഴും കാണാൻ പറ്റുക. പിന്നെ ഇത് എന്താണെന്നറിയില്ല, മഞ്ഞളല്ല, പക്ഷേ ലീഫൊക്കെ കണ്ടിട്ട് മഞ്ഞൾ പോലെ ഉണ്ട്. ഇനി മാങ്ങയിഞ്ചി ആണോ എന്ന് അറിയില്ല കേട്ടോ. ഉമ്മച്ചി ഇതേപോലെ ഇടക്കൊക്കെ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ഇതേപോലെ നടാനൊക്കെ തരാറുണ്ട്. അങ്ങനെ മുളച്ചാണോ എന്ന് അറിയില്ല കേട്ടോ. എന്തായാലും അങ്ങനെ നിൽക്കുന്നുണ്ടേ. അതിൻ്റെ കൂട്ടത്തിൽ 2 തൈകൾ കൂടി നിൽക്കുന്നുണ്ട് കേട്ടോ. നമ്മളുടെ പാവയ്ക്ക ഇതേപോലെ പടർന്നൊക്കെ പോകുന്നുണ്ട് കേട്ടോ. നോക്കിയാൽ പടർന്ന് ഇത്രത്തോളം വന്നിട്ടുണ്ട്. അതിൽ പാവയ്ക്ക ഉണ്ടാവുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ അന്ന് നട്ടതിലെ പാവയ്ക്കയുടെ വിത്തും കൂടി നട്ടിട്ടുണ്ടായിരുന്നേ. പക്ഷെ ഇതുവരെ ആയിട്ട് അത് മുളച്ചിട്ടില്ല കേട്ടോ. ഇത്ര ദിവസം എടുക്കുമെന്ന് അറിയില്ല. ഇത് കണ്ടോ, കറ്റാർവാഴ ചട്ടി പൊട്ടിയപ്പോൾ ഞാൻ അതേമാതിരി ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചാണേ. അവിടെ കിടന്ന് നല്ലപോലെ അത് വേര് പിടിച്ച് വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ നിൽക്കുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കിളികൾക്ക് കൊടുക്കുന്ന തേനയുണ്ടല്ലോ, അതാണ് കേട്ടോ. അതെങ്ങനെയാണ് അവിടെ കിടന്ന് മുളക്കുന്നതെന്ന് എനിക്കറിയില്ല. നമ്മളെ ലവ് ബേർഡ്സിന്റെ കേജ് ഇരിക്കുന്നത് ഫ്രണ്ടിലാണ്, ഇത് ഈ ഒരു സൈഡിലാണ്. ഇവിടം വരെ എങ്ങനെ എത്തിയെന്നൊന്നും എനിക്കറിയില്ല. അപ്പൊ അവിടെ ഇവിടെയൊക്കെ അതങ്ങനെ മുളച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പം ചില ദിവസങ്ങളിൽ നമ്മളെ തെനരി വാങ്ങിക്കാനായിട്ട് മറന്നു പോകും. അപ്പൊ കിളികൾക്ക് ഈ ഒരു പ്ലാന്റ് അങ്ങനെ തന്നെ കൊണ്ടുപോയി കൊടുക്കും കേട്ടോ. അപ്പോൾ തെനരിയുടെ ലീഫും കഴിക്കാറുണ്ട്. അതേപോലെ തുളസിയില, കറുകപ്പുല്ല്, ചീര, പനിക്കൂർക്കയുടെ ഇല, ഇതൊക്കെ നമ്മുടെ ലവ് ബേർഡ്സിന് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഈ ഒരു ചെടി അറിയാലോ, മുറികൂട്ടി എന്നാണല്ലോ പറയുന്നത് അല്ലേ? ആദ്യമൊക്കെ ഞാൻ ഹാങ്ങിങ് ആയിട്ട് വളർത്തിയിരുന്നേ. ഇപ്പം ഈ കാണുന്ന ചെറിയൊരു
കുറച്ച് പ്ലാന്റ്സ് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ ഈ ഒരു സൈഡിൽ വഴുതനങ്ങയൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ, എങ്കിലും കാര്യമായിട്ട് ഗ്രോത്ത് ഒന്നുമില്ല. ഈ നിൽക്കുന്നത് പനിക്കൂർക്ക അല്ല കേട്ടോ, ചുമക്കൂർക്കയാണ്. ഇല കാണുമ്പോൾ പനിക്കൂർക്ക പോലെ തന്നെ ഉണ്ടല്ലേ. അപ്പൊ ഞാനൊരു കട്ടിങ്സ് ഉണ്ടെന്ന് അവിടെ കൊണ്ടുവന്ന് നട്ടതാണ് കേട്ടോ. നല്ലതാണ് കേട്ടോ ഇതിന്റെയൊക്കെ വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നേ. നമ്മൾ കുട്ടികൾക്ക് പനിയോ ചുമയോ ഒക്കെ ഉള്ള സമയത്ത് ഇത് വാട്ടിപ്പിഴിഞ്ഞ് അതിന്റെ നീര് കൊടുത്താൽ വളരെ നല്ലതാണ് കേട്ടോ. ചുമക്കൊക്കെ വളരെ നല്ലതാണേ. അപ്പൊ ഞാൻ ഈ മണ്ണിലുള്ള ചെറിയ ചെറിയ പുല്ലുകളൊക്കെ പറിച്ച് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത് പെന്നിവേർട്ട് പ്ലാന്റ് ആണ് കേട്ടോ. ഇതൊക്കെ ഞാൻ വാങ്ങിച്ചാണ്. പിന്നെ കുറേ നാൾ കഴിഞ്ഞ് ഒരുപാട് അങ്ങോട്ട് സ്പ്രെഡ് ആയി കഴിയുമ്പോൾ ഞാനതങ്ങനെ പറിച്ചു മാറ്റും. അപ്പൊ അതിന്റെ ഒരു തൈ അവിടെ കിടന്ന് മുളച്ചതാണേ. അപ്പൊ ഞാനത് പറിച്ചു കളയാൻ നിന്നില്ല, അതവിടെ കിടന്നോട്ടെ എന്ന് വിചാരിച്ചു. ഇതാ നോക്കിയേ, കപ്പത്തൈകൾ കണ്ടോ നിറച്ച് നിൽക്കുന്നുണ്ടേ. നമ്മളുടെ വീട് ഒരു കാലത്ത് ഭയങ്കരമായിട്ട് അലങ്കരിച്ച് നിർത്തിയിരുന്നതാണ് കേട്ടോ ഈ പറഞ്ഞ ടേർട്ടിൽ വൈൻ. പക്ഷേ അത് ഒരു സമയം കഴിഞ്ഞപ്പോൾ അതിനോടുള്ളൊരു ഇഷ്ടം കുറഞ്ഞു. അതായത് ഇത് ഒരുപാട് നമ്മൾ വളർത്തി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ ലീഫൊക്കെ യെല്ലോ ഷെയ്ഡായി അതിൻ്റെ ഗ്രോത്തൊക്കെ കുറഞ്ഞു തുടങ്ങി. അങ്ങനെ ഞാൻ പറിച്ചു കളഞ്ഞാണ് കേട്ടോ. എങ്കിലും നമ്മളുടെ ഈ ഒരു മണ്ണിൽ നിന്ന് അത് പോകില്ല കേട്ടോ. എത്ര പറിച്ചു കളഞ്ഞാലും പിന്നെയും പിന്നെയും അവിടെ കിളിർത്ത് വരാറുണ്ട്. അപ്പോൾ ദാ കംപ്ലീറ്റ് ക്ലീൻ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇന്റർലോക്ക് കട്ടയുടെ സൈഡിൽ നിന്നുള്ള പുല്ലുകൾ മാത്രം പറിച്ചു കളയാനുള്ളൂ. അപ്പം ഞാൻ ഇവിടെ ഒന്ന് അടിച്ച് ക്ലീൻ ആക്കട്ടെ കേട്ടോ. അടിച്ച് പോകുന്നതിനോടൊപ്പം നമുക്ക് പുല്ലും കൂടി പറിച്ചു കൊണ്ടുപോകാം. ഇതിപ്പോൾ നമ്മൾ സൈഡിൽ ആ ചെടികളുടെ ഇടയിൽ മുളച്ച് നിന്നേച്ച പുല്ലുകൾ മാത്രമാണ് ഇപ്പോൾ കളഞ്ഞിരിക്കുന്നത്. ഇന്നിപ്പോ ഒരു 5 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാൻ ക്ലീനിങ്ങിന് ഇറങ്ങിയപ്പോൾ. അതുകൊണ്ട് തന്നെ വിചാരിച്ച പോലെ അത്ര എളുപ്പത്തിൽ തീർക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇന്നത്തോടെ ഇത് ഫിനിഷിങ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കേട്ടോ. കാരണം നമ്മൾ കാണുന്ന പോലെയല്ല, ഇതിൻ്റെ ഉള്ളിൽ നിന്നും പുല്ല് പറിച്ചെടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ടാസ്ക് തന്നെയാണ് കേട്ടോ. പെട്ടെന്ന് അങ്ങോട്ട് കിട്ടേമില്ല, നല്ലൊരു പാടാണ് അതിൽ നിന്നും പറിച്ചെടുക്കാനായിട്ട്. കാരണം ഇതിൻ്റെ വേരെപ്പാടി നമുക്ക് പറിച്ചെടുക്കാനും കിട്ടില്ല കേട്ടോ. അപ്പം ഞാൻ പറ്റുന്ന പോലെയൊക്കെ ഒന്ന് പറിച്ചെടുക്കുന്നുണ്ട്. ആ ഒരു സ്റ്റാർട്ടിങ്ങിൽ അത്യാവശ്യം നല്ലപോലെ തന്നെ പറിച്ചെടുക്കാൻ പറ്റി. പിന്നെ ഇങ്ങോട്ടേക്ക് വന്നപ്പോഴേക്കും കുറച്ചൊക്കെ സന്ധ്യയായി തുടങ്ങി കേട്ടോ. അപ്പം ഞാൻ ഓർത്തു ബാക്കിയുള്ളത് നാളത്തേക്ക് ക്ലീൻ ചെയ്യാം. അത്യാവശ്യം ഇവിടേക്ക് ഒന്ന് മോശമല്ലാത്ത രീതിയിൽ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇതാ കണ്ടില്ലേ, ആ പുല്ല് കാണുമ്പോൾ തന്നെ അറിയാലോ, പെട്ടെന്ന് അങ്ങോട്ട് നമുക്ക് പറിച്ചെടുക്കാൻ പറ്റുന്നില്ല കേട്ടോ. ഇതിങ്ങനെ ഇവിടെ അടിച്ചു കൂട്ടുമ്പോഴാണ് ഇത്രത്തോളം പുല്ല് ഇവിടെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് തോന്നുന്നത്. കാരണം അങ്ങനെ കിടക്കുന്ന കാണുമ്പോൾ അത്ര പുല്ല് തോന്നില്ലല്ലോ. അപ്പോൾ അതാ നോക്കിയേ, ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ഇത്രയൊക്കെ തന്നെ ചെയ്യുന്നുള്ളൂ കേട്ടോ. ഫ്രണ്ടിൽ കുറച്ചും കൂടി പുല്ലുകൂടി ഉണ്ട്, എങ്കിലും അതിപ്പോൾ ഞാൻ ഫിനിഷ് ചെയ്യുന്നില്ല. ഇപ്പം ഞാൻ നിർത്തുകയാണ്. ഇപ്പം നിർത്തുന്നതിൻ്റെ ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മെയിനായിട്ടുള്ളൊരു കാര്യം കൂടി ഇന്ന് ചെയ്ത് തീർക്കാനായിട്ടുണ്ട്. പിന്നെ പുല്ല് പെട്ടെന്ന് കിളിർക്കാതിരിക്കാനുള്ളൊരു ടിപ്പ് ഞാൻ പറഞ്ഞു തരട്ടെ. ഞാൻ ചെയ്യാറുള്ളതാണ് കേട്ടോ. ഈ ഒരു പുല്ലൊക്കെ നമ്മൾ പറിച്ച് കഴിഞ്ഞതിന് ശേഷം കുറച്ച് ഉപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്നൊന്നും അങ്ങോട്ട് കിളിർത്ത് വരില്ല കേട്ടോ. പക്ഷേ ഇത് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ. നമ്മളുടെ സൈഡിൽ ചെടികളൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ ചെടികളുടെ ഉള്ളിലേക്കൊന്നും ഇത് പോകരുത്. അല്ലെങ്കിൽ നിലത്ത് നിൽക്കുന്ന ചെടികളുടെ വേരിലേക്കൊന്നും ഇത് ഇറങ്ങാതെ നോക്കുകയും വേണം കേട്ടോ. കാരണം ഉപ്പിന്റെ അംശം ഒരുപാട് കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ചെടികളിലെ വേരുകളിലൂടെ അതെത്തി ചെടികളൊക്കെ നശിച്ചു പോകുകയെ. അതുപോലെ തന്നെ ഇന്റർലോക്ക് കട്ടയുടെ മുകളിലും ഒരുപാട് അങ്ങോട്ട് ഉപ്പ് ആയി കഴിഞ്ഞാൽ അതിൻ്റെ കളറും പോകും കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ പറിച്ചു കൊടുത്ത അതേ ഒരു ലൈനിൽ തന്നെ കറക്റ്റായിട്ട് കുറച്ച് ഉപ്പ് വെള്ളം ഒഴിച്ചാൽ മാത്രം മതി കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് ഈ ഒരാഴ്ച ക്ലീൻ ചെയ്ത് അങ്ങോട്ട് പോയാലും മതി. കുറച്ചൊക്കെ മടി പിടിച്ചിരിക്കുന്നവർക്ക് ചെയ്യാനുള്ള ഒരു ടിപ്പാണ് കേട്ടോ ഞാൻ പറഞ്ഞു തന്നത്. പക്ഷെ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്യണം എന്ന് മാത്രം. ആരെങ്കിലും ശ്രദ്ധിച്ചോന്ന് അറിയില്ല കേട്ടോ. ഇതിവിടെ നല്ല രീതിക്ക് തന്നെ നല്ല ഹൈറ്റിൽ നിന്നിരുന്ന വെച്ചാൽ നമ്മളുടെ ഈ ഒരു ചീര ഉണ്ടല്ലോ, അതങ്ങോട്ട് മറിഞ്ഞു വീണിട്ടുണ്ടേ. അതിന്റെ കടയുടെ വണ്ണം കണ്ടോ, അത് എത്രത്തോളം വണ്ണം ഉണ്ട് കേട്ടോ. ഇന്റർലോക്ക് കട്ടയുടെ ഉള്ളിൽ നിൽക്കുന്നതിനൊരു പരിധി ഉണ്ടല്ലോ. ഞാൻ അത് അടിച്ചു കൊണ്ടിരുന്നപ്പോഴത്തേനും അതങ്ങോട്ട് അവിടെ നിന്ന് അങ്ങോട്ട് ഒടിഞ്ഞ് മറിഞ്ഞു വീണിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനിയിപ്പോൾ എന്തായാലും ഇതിനൊന്ന് നട്ട് കൊടുക്കാം. അപ്പൊ ഈ ഒരു സൈഡിൽ ഞാൻ കുറച്ച് ചീര നട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ തന്നെ ഇതും വെക്കാന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ ഒരു കുഴിയൊക്കെ എടുത്തിട്ട് അതിനെ ഞാൻ നട്ട് വെക്കുന്നുണ്ട് കേട്ടോ. കൂട്ടത്തിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പം മണ്ണൊക്കെ ഡ്രൈ ആയിട്ട് കിടക്കുകയാണ് കേട്ടോ. അതുകൊണ്ടാണ് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തത്. അല്ല അത്യാവശ്യം നനവൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ അപ്പം തന്നെ വെള്ളം ഒഴിക്കേണ്ട കാര്യമൊന്നുമില്ല. ചെടിച്ചട്ടിയിലൊക്കെ ആണെങ്കിൽ അപ്പം തന്നെ വെള്ളം ഒഴിക്കണം കേട്ടോ.
ഇനി നമ്മുടെ മെയിൻ ആയിട്ടുള്ള കാര്യത്തിലേക്ക് വരാം കേട്ടോ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ നമ്മളുടെ ആ ഒരു പ്ലാന്റ് ഭയങ്കരമായിട്ട് വളർന്നങ്ങോട്ട് പോയിരിക്കുകയാണെന്ന്. അപ്പൊ നമ്മൾ പടർത്തി കൊടുക്കാൻ ഉദ്ദേശിച്ച സ്ഥലത്തേക്കൊന്നും അല്ല അത് പോയിരിക്കുന്നത്. അപ്പൊ അതൊന്ന് കറക്റ്റായിട്ടൊന്ന് പടർത്തി കൊടുക്കണം കേട്ടോ. അതാണ് ഇന്നത്തെ മെയിൻ കാര്യം. അപ്പൊ ഈ ക്ലീനിങ്ങും ആ ഒരു ജോലിയും കൂടി തീർക്കാം എന്ന് വിചാരിച്ചാണ് ഞാൻ ഇറങ്ങിയിരിക്കുന്നത്. നമ്മൾ ഓൾറെഡി അതിനൊരു ചെറിയൊരു വള്ളിയൊക്കെ കെട്ടി കൊടുത്തിട്ടുണ്ട്. അതങ്ങോട്ട് സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പൊ അതും കൂടി അങ്ങോട്ട് കൂട്ടത്തിൽ ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിപ്പോ പിങ്ക് കളറിലെ പൂക്കളാണ് കേട്ടോ. ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്നേ. അതിന്റെ കൂട്ടത്തിൽ തന്നെ വൈറ്റ് നിൽക്കുന്നുണ്ട് കേട്ടോ. വൈറ്റ് പിടിച്ചിട്ടൊക്കെ ഉണ്ട്, പക്ഷെ ഇത്രത്തോളം ഒന്നും എത്തിയിട്ടില്ല. അപ്പൊ രണ്ടും കൂടി നിൽക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കില്ലേ കാണാനായിട്ട്. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, പല സ്ഥലത്തും ഞാൻ ഈ ഒരു ചെടി കണ്ടിട്ടുണ്ട് കേട്ടോ. കാട്ടിലൊക്കെ നിൽക്കുന്ന കണ്ടിട്ടുണ്ട്. പക്ഷെ എങ്കിലും ഇതൊരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. നല്ലൊരു പിങ്ക് കളറാണേ. അപ്പോൾ അത് കറക്റ്റായിട്ടൊന്ന് സൈഡൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ഇന്നത്തെ ജോലികൾ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടമായെന്ന് ഇരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.